ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അപൂർവ കളക്ഷൻസ്. ഞാനിന്ന് വന്നിട്ടുള്ളത് സാൽമൺ ഫിഷ് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. ഫിഷിൻ്റെ അകത്തുള്ള വേസ്റ്റ് എല്ലാം എടുത്ത് കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ടാണ് ഷോപ്പിൽ വച്ചേക്കുന്നത്. ഇനി ബാക്കി എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം അതിൻ്റെ ചെതുമ്പലെല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്യാം. കാനഡയിൽ മോളുടെ വീട്ടിൽ പോയപ്പോൾ അവിടെ വെച്ചെടുത്ത വീഡിയോയാണിത്. ഇത് നല്ല ടേസ്റ്റുള്ള മീനാണ്. ഇതിൽ omega-3 ഫാറ്റി ആസിഡ്സ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ D3യും ഈ ഫിഷിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. കറി വെച്ചാലും ഫ്രൈ ചെയ്താലും നല്ല ടേസ്റ്റുള്ള ഫിഷാണിത്. ഇതിൻ്റെ തൊലി കളയാതെ തൊലിയോടുകൂടി കറി വയ്ക്കുമ്പോഴും ഫ്രൈ ചെയ്യുമ്പോഴുമാണ് ടേസ്റ്റ് കൂടുതൽ. ഞാൻ 2023 ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെ കാനഡയിലുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ നാട്ടിലാണ്. അവിടെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചുണ്ണാമ്പ് വാള, അയല, ചാള, കൊഞ്ച്, കണവ, നെമ്മീൻ, വേറെ കുറേ മീനൊക്കെ അവിടെ കിട്ടും. അവിടെ ഷോപ്പിലെല്ലാം ഫ്രീസറിലാണ് ഫിഷ് വച്ചേക്കുന്നത്. അതുകൊണ്ട് നല്ല ടേസ്റ്റ് കാണില്ല. ഇവിടെയും ഐസിലിട്ടല്ല ഫിഷ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ ഫിഷിന് ഇപ്പോൾ നല്ല ടേസ്റ്റൊന്നുമില്ല. ഐസിലിടാത്ത നല്ല ഫ്രഷായിട്ടുള്ള ഫിഷ് വെച്ചാൽ മാത്രമേ നല്ല ടേസ്റ്റ് കാണൂ. നമ്മുടെ നാട്ടിലൊന്നും ഈ ഫിഷ് കിട്ടില്ല. ലുലു മാളിൽ ഇത് ഉണ്ടെന്നാണ് പറയുന്നത്. അത് എവിടെ നിന്നാണ് കൊണ്ടുവരുന്നതെന്ന് അറിയില്ല. ഇത് നല്ല വില കൂടിയ മീനാണ്. മീൻ കട്ട് ചെയ്തതിന് ശേഷം ഉപ്പിട്ട് കഴുകുമ്പോൾ മീൻ എളുപ്പം വൃത്തിയാകും. അതിലെ ബ്ലഡെല്ലാം എളുപ്പം കഴുകി കളയാൻ പറ്റും. അവിടെ നല്ല ജീവനുള്ള വലിയ ഞണ്ട് കിട്ടും. അത് നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന് ഫ്രീസറിൽ വയ്ക്കണം. അപ്പോഴാണ് അത് ചാവുന്നത്. നമ്മൾ ഇതേപോലെ കിച്ചണിൽ വെച്ച് ഫിഷ് ക്ലീൻ ചെയ്യുമ്പോൾ സിങ്കിലും ഈ കട്ട് ചെയ്യുന്ന ഭാഗത്തും കോഫി പൗഡർ ഇട്ട് കഴുകി കളയുമ്പോൾ ഫിഷിൻ്റെ സ്മെല്ലൊന്നും കാണില്ല. നിങ്ങളും ഇതേപോലെ കിച്ചണിൽ വെച്ച് ഫിഷ് കട്ട് ചെയ്യുകയാണെങ്കിൽ കോഫി പൗഡർ ഇട്ട് കഴുകി ക്ലീൻ ചെയ്ത് നോക്കണം. സാൽമൺ ഫിഷ് കറി വയ്ക്കുന്ന വീഡിയോയും ഫ്രൈ ചെയ്യുന്ന വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് എല്ലാം നിങ്ങൾ കാണണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ ചാനലിൽ കയറി പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഫിഷെല്ലാം അറുത്ത് കഴിഞ്ഞു. ഇതിൽ കുറച്ച് ഉപ്പിട്ടിട്ടാണ് ക്ലീൻ ചെയ്തത്. കത്രികയും കത്തിയും പാത്രം തേക്കുന്നതിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. ഇത് കോഫി പൗഡറാണ്. കോഫി പൗഡർ ഇട്ട് തേക്കുമ്പോൾ ഇവിടെ സ്മെല്ലൊന്നും കാണില്ല. ഇവിടെ നല്ലതുപോലെ ക്ലീൻ ആകും. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.